അപ്പോൾ സക്കരിയ സ്വലാഹി തേടണമെന്നോ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അൽഹംദുലില്ലാ. ഇനി എൻ്റെ ചോദ്യം, വസീലത്ത് ശിർക്കാകും എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് അങ്ങനെ തേടാമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി ബോധ്യായല്ലോ. തേടണമെന്നോ പറഞ്ഞിട്ടില്ല എന്ന് ബോധ്യായല്ലോ. വളരെ ബോധ്യായല്ലോ. പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞത്? നിങ്ങൾക്ക് ബോധ്യായത് എന്താ പറഞ്ഞത്? യാ ഇബാദല്ലാഹ് അഈനുനി എന്ന ഹദീസ് പ്രകാരം അമൽ ചെയ്താൽ അത് വസീലത്ത് ശിർക്കാകും എന്ന് ശിർക്കിലേക്കുള്ള വസീലയാവും എന്ന് മുൻകാല പണ്ഡിതന്മാരും സലഫി സ്വാലിഹീകളും പറഞ്ഞത് മാത്രം എടുത്തുദ്ധരിച്ചാണ് അദ്ദേഹം ചെയ്തത്. അതായത് ജിന്നെ എന്നെ മുങ്ങി മരിക്കുമ്പോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഇതു ശിർക്കല്ല. അത് സക്കരിയ പറഞ്ഞു ബോധ്യായില്ലേ? ശിർക്കല്ല വസീലത്ത് ശിർക്കാകും. ശിർക്കല്ല വസീലത്ത് ശിർക്കാണ്. അത് രണ്ടും ബോധ്യായില്ലേ? ഇത് അവിടെയാണ് പറയുന്നത് മുൻകാല സലഫുകൾ അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുൻകാല സലഫ് ഈ ഹദീസ് പ്രകാരം അമൽ ചെയ്താൽ അത് ശിർക്കാകും എന്ന് പറഞ്ഞത് മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. അസ്സലാമു അലൈക്കും. ഏതെങ്കിലും മുൻകാല സലഫുകൾ ഇത് വസീലത്തു ശിർക്കാണ്, ഹറാമാന്ന് പറഞ്ഞ ഒരൊറ്റ സലഫി പണ്ഡിതരുടെ പേരുകൾ പറഞ്ഞു തരും. അത് സക്കരിയ സ്വലാഹിന്റെ ഉണ്ടാക്കിയ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ സലഫി പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഖുർആന്റെ സഹിയായ ഹദീസ്. അല്ല, എന്റെ ചോദ്യം വ്യക്തമാണ്. കാരണം ഞാൻ നിങ്ങളോട് വാദിച്ച് ജയിക്കാൻ വേണ്ടി ചോദിക്കല്ല. എന്റെ ചോദ്യം വ്യക്തമാണ്. അതായത് ഈ മുൻകാല സലഫുകൾ ശിർക്കല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം ആ ഹദീസിനെ പറ്റിയിട്ട് ആരാ മുൻകാല സലഫുകൾ? ആരൊക്കെ ഒന്ന് പറ. ഒരു 4 സലഫി പണ്ഡിതന്റെ അല്ലെങ്കിൽ 5 സലഫി പണ്ഡിതൻ, ലക്ഷക്കണക്കിന് സലഫി പണ്ഡിതന്മാർ അഥവാ സലഫുകളുടെ ആദർശമുള്ള പണ്ഡിതന്മാർ കഴിഞ്ഞു. നിങ്ങളിപ്പോ പറഞ്ഞത് കള്ളത്തരാ പറഞ്ഞത്. സോറി ട്ടോ, തെറ്റിദ്ധരിക്കരുത്. അല്ല, പറഞ്ഞുതരാം. മുൻകാല സലഫി പണ്ഡിതന്മാർ മുൻകാല സലഫി പണ്ഡിതന്മാർ പറഞ്ഞ ആരാ? ഒന്നാമത്തെ സലഫി പണ്ഡിതന്മാർ എന്ന് പറഞ്ഞ റസൂലുള്ളയാണ്. അതിൽ ഒന്നാമത് നേതാവ്. പിന്നെ സഹാബത്തെ നിക്കി. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ നിങ്ങൾ പറയുന്ന കളവ് നിങ്ങൾ ആ കരുതിക്കൂട്ടിയല്ല, ആവേശത്തിൽ പറഞ്ഞു പോകുക. ഞാൻ തിരുത്തി തരാം. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് പറഞ്ഞോളി. ഞങ്ങൾ ഇങ്ങനെ സ്വാതന്ത്ര്യത്തെ പേടിക്കണ്ട കേട്ടോ. നമ്മളെ സയ്യിദ ഓൻ നല്ല കുട്ടിയാ, ഓൻ ചോദിക്കോട്ടെ, 4-5 വട്ടമൊക്കെ ചോദിക്കോട്ടെ, പേടിക്കണ്ട. എൻ്റെ സയ്യിദെ, നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ മുൻകാല സലഫി പണ്ഡിതൻ, മുൻകാലം എന്ന് പറഞ്ഞാൽ സലഫുകൾ എന്നാ. ഒന്നാമത്തെ സലഫി പണ്ഡിതൻ മഹാനായ അഷ്റഫുൽ ഖൽഖ്, പിന്നെ സഹാബത്ത്, പിന്നെ താബിഈങ്ങൾ. ഈ 3 നൂറ്റാണ്ടിൻ്റെ ഇടയിൽ ലക്ഷക്കണക്കിന് മഹാന്മാർ വന്നു. ഒരൊറ്റ മഹാനും ജിന്നിനോട് തേടിയിട്ടില്ല. മുങ്ങി മരിക്കുന്നത് തേടിയിട്ടില്ല, അല്ലാത്തപ്പോഴൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾ പിന്നെ വെറുതെ മുൻകാല സലഫി പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ കള്ളത്തരാവൂല സയ്യിദേ? അല്ല സയ്യിദേ, അല്ലേ? ആവൂലേ? ഞങ്ങൾ പറഞ്ഞൊരു 3 നൂറ്റാണ്ടിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു മഹാൻ, റസൂലുള്ള അടക്കം ഏതെങ്കിലും ഒരു സഹാബി ജിന്നിനോട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തേടിയ ഒരു ഹദീസ് പറഞ്ഞു തരി. അപ്പോഴേ നിങ്ങൾ പറഞ്ഞ സത്യമുള്ളൂ. തേടണം എന്ന് പറഞ്ഞാലല്ല ഹദീസ് കൊണ്ടുവരേണ്ടുള്ളൂ, തേടണ്ട എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പിന്നെയും കുത്തി മറിഞ്ഞു. അതാ എന്റെ ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചില്ല. ശിർക്കിലേക്കുള്ള വസീലയാകും. ശിർക്കാകൂല എന്ന് സലഫു സ്വാലിഹീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സലഫു സ്വാലിഹീങ്ങൾ പറയണമെങ്കിൽ 3 നൂറ്റാണ്ടിന്റെ ഇടയിലെ ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതന്റെ പേര് പറയും. ഞാനതാ പറഞ്ഞ, ഈ ഹദീസ് ഒരുപാട് സലഫികൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഹദീസ് ശിർക്കാകും എന്ന ഒരു ഉദ്ധരണി നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ മറ്റേ അദ്ദേഹത്തിന് മൈക്കൊടുക്കും. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ വൈരുദ്ധ്യം, സക്കരിയ സ്വലാഹിന്റെ അതേ വൈരുദ്ധ്യമാണ് നിങ്ങൾ കൊടുക്കുന്നത്. ആദ്യം തെറ്റാന്ന് പറയുക, പിന്നെ ക്രമേണ ശരിയാക്കി കൊണ്ടുവരാം. ഇപ്പോൾ എൻ്റെ സയ്യിദേ ഇഞ്ഞടക്കി കൂടുതൽ ഞാനും നിങ്ങളും മാത്രം തർക്കിക്കുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വരും. എന്താ ഇപ്പം സയ്യിദും ഞാനൊരു വാദപ്രയോഗത്തിൻ്റെ ഒന്നാണോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. ഒന്നുകിൽ നിങ്ങൾ മഞ്ചേരിക്കേണ്ടി വരി, അല്ലെങ്കിൽ നിങ്ങളെ പരിക്ക് ഞാൻ വരാം. പിന്നെ ഇതിൽ സയ്യിദേ, ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ മുൻകാല സലഫി മുൻകാലം എന്ന് പറഞ്ഞാൽ ഇതിനെ സലഫികൾ എന്ന് പറയാം. അപ്പം പൂർവീക 3 നൂറ്റാണ്ടിലെ ഒരൊറ്റ ഇമാമുദ് ചർച്ചനാക്കിയിട്ടില്ല. പറ്റൂലേ, വസീലയാണോ അല്ലേ? കാരണം അവർ ഹദീസ് ദുർബലായിക്കാണ് ഒഴിവാക്കല അല്ലേ? പിന്നെ നിങ്ങൾ ആവർത്തിച്ച് പറയാം മുൻകാല സലഫി പണ്ഡിതന്മാർ അങ്ങനെ ചെയ്തെന്ന് പറയുമ്പം താങ്കൾ അബദ്ധത്തിൽ പറഞ്ഞു പോകുകയാണത്. അത് ശരിയല്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞുതരാം. അങ്ങോട്ട് മുൻകാല സലഫി പണ്ഡിതന്മാരൊന്നും ജിന്നിനോട് തേടാന്ന് പറഞ്ഞിട്ടില്ല. അതിന് തെളിവുമില്ല, സഹിയായ ഹദീസുമില്ല. എന്നാൽ പോലും സക്കരിയ സ്വലാഹി പറഞ്ഞു വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോഴും ജിന്നിനോട് തേടിയാൽ അത് വസീലത്തു ശിർക്കേ ആകുള്ളൂ, ശിർക്കല്ല.
അത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? മനസ്സിലായി. ആ മനസ്സിലായി, നേരത്തെ നിങ്ങൾ സമ്മതിച്ചു. ഈ മനസ്സിലാക്കൽ തെറ്റാണ്. എന്തുകൊണ്ട് ഇനി ഞാൻ എന്താ ഷിർക്കാവണത് നെയ്ക്കാരം അല്ലേ? നമ്മൾക്ക് എല്ലാ കാര്യവും ഒറ്റ തീരുവല്ല. ഞങ്ങളോട് ചോദിച്ച ചോദ്യം അത് ഷിർക്കല്ല എന്ന് സക്കരിയ സലാഹി എവിടെയും പറയുന്നുണ്ടോ? എല്ലായിടത്തും അതിനെ മൂപ്പര് ഷിർക്കല്ല. പക്ഷെ മൂപ്പര് പറയും തേടാൻ പറ്റൂല എന്നും പറയും. തേടാൻ പറ്റൂലെങ്കിൽ പിന്നാണ് വലിച്ചെറിഞ്ഞാൽ പോരെ. അതാണ് ഇപ്പൊ ആശയം. കാര്യങ്ങൾക്ക് വ്യക്തമായി. അതിൽ നിന്നും പോരുക. ജിന്നിനോട് തേടുക എന്ന് പറഞ്ഞ അമ്പിയാക്കന്മാരുടെ താവഴിയല്ല, സലഫുസാലിങ്ങളുടെ താവഴിയല്ല, ഖുർആന്റെ താവഴിയല്ല, സ്വഹിയായ ഹദീസിന്റെ താവഴിയല്ല. എങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങൾ ജിന്നുകൾക്ക് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അതുകൊണ്ട് ഒഴിവാക്കിയാൽ മതി. അടുത്ത ആൾ ചോദിച്ചോളി. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു ചോദ്യം കൂടിയാണ്. അതായത് ഇപ്പം നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം തന്നെയാണ്. പക്ഷെ പുള്ളിക്ക് അറിയേണ്ടത് വസീലത്ത് ഷിർക്കെന്ന് സക്കരിയ പറഞ്ഞു. എന്നാൽ ഷിർക്കാണ്, ജിന്നിനോട് സഹായം തേടുന്നത് ഷിർക്കാണ് എന്ന് പറഞ്ഞ ഈ ഹദീസ് ഷിർക്കാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടോ? ഉണ്ട്. കഴിഞ്ഞില്ലേ? അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാന്നോ, ഈ സക്കരിയ സലാഹിന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകുക. എന്ത് കൊണ്ടുപോകുക? ഏതാനും തഫ്സീർ കിതാബ് കൊണ്ടുപോകുക. എന്നിട്ട് സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് ഓതി കൊടുക്കുക. വേണ്ട, അതിന്റെ 2 ആയത്ത് അപ്പുറത്തുനിന്ന് ഓതി കൊടുത്തോളി. യൂലിജുല്ലൈല ഫിന്നഹാരി വയൂലിജുന്നഹാറ ഫില്ലൈൽ. നിങ്ങളൊന്ന് വർത്താനം പറഞ്ഞാൽ പിന്നെ പറ്റും. ഇഞ്ഞ് വർത്താനം പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം കേൾക്കണം എന്നല്ല, വെറുതെ ഒരു ഹോബിക്ക് ചോദിക്കാമെന്ന് മനസ്സിലാവും. നിങ്ങളിത് കേൾക്കി സായത് നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ ശരിക്കും കേട്ടില്ലേ അല്ലേ? എന്നിട്ട് എന്താ ഞാൻ പറഞ്ഞ നിങ്ങളെന്താ ശ്രദ്ധിച്ചു? അവിടെ യാസ്മിൻ ഇപ്പം ഉണ്ടല്ലേ, മൂപ്പര് കേൾക്കട്ടെ. അള്ളാഹ് ഖുർആനിൽ പറയുകയാണേ, യൂലിജുല്ലൈല ഫിന്നഹാരി വയൂലിജുന്നഹാറ ഫില്ലൈൽ. അള്ളയാണ് രാഗും പാലും ഉണ്ടാക്കി തന്നവൻ. ആരല്ല? മമ്പർത്തങ്ങളോ ബദരീങ്ങളോ മൊഹിയദ്ദീൻ ഷേഖോ രാമനോ സീതയോ കൃഷ്ണനോ ഗുരുവായൂരപ്പനോ ശബരിമല അയ്യപ്പനോ ജിന്നോ മലക്കോ ഷെയ്ത്താനോ അല്ല. അള്ളയാണ് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നവൻ. വസഖറ ശംസ വൽ ഖമർ, ചന്ദ്രനെയും സൂര്യനെയും വിധേയനാക്കിയവൻ അള്ളയാണ്. കുല്ലു യജ്രി ലി അജലി മുസമ്മ, ഒക്കെ കണക്കനുസരിച്ച് നടക്കുന്ന ഒരു നിശ്ചിത പരിധിയിലേക്ക്. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ റബ്ബ്. ഈ കഴിവുള്ളവനാണ് നിങ്ങളുടെ റബ്ബ്. ഇനി ഈ റബ്ബിനെ വിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് തേടിയാൽ അവരില്ല യംലികൂന മിൻ ഖിത്മീർ. നിങ്ങൾ തേടുന്ന ഈ ആൾക്കാർ, അവരുടെ കയ്യിൽ ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ മുകളിലുള്ള പാട പോലും ഓൽക്ക് മിൽക്കില്ല, ഉടമസ്ഥതയിലില്ല. അത്തരം ടീമുകളോട് ഇൻ തദുഉഹും, അവരോട് നിങ്ങൾ സഹായം തേടിയാൽ എന്നു തന്നെ ഇമാം ഖുർത്തുബി അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഐ ഇൻ തസ്തഗീസു ഫിന്നവായിബി, വിഷമത്തിൻ്റെ അവസ്ഥയിൽ നിങ്ങൾ അവരോട് സഹായം തേടിയാൽ. ഹും എന്നാണ് ലമീർ. ആരോട്? കൽമലായിക്കത്തി, മലക്കുകളോട്. ഒൽ ജിന്നി, ജിന്നുകളോട്. ഒൽ ജിന്നി, ജിന്നുകളോട്. ഒൽ അംബിയായി, അംബിയാക്കന്മാരോട്. ഒൽ അസ്നാമി, വിഗ്രഹങ്ങളോട്. ചില മുഫസ്സിറുകൾ ഇങ്ങനെ എടുത്തു പറഞ്ഞു, ഈസാ നബിയോട്, ഉസൈർ നബിയോട് ഇങ്ങനെ എടുത്തു പറഞ്ഞു. ഇത് എവിടെയൊക്കെ കാണാൻ നിങ്ങൾക്കറിയോ പണ്ഡിതന്മാരെ? ഈ ജിന്നുകളോട് സഹായം തേടി എടുത്തു പറഞ്ഞാണ് ഇമാം ഖുർത്തുബി, അറിയപ്പെട്ട മുഫസ്സിറാണ്. ഇമാം അബു സഊദ് അറിയപ്പെട്ട തഫ്സീറാണ്. ഇമാം റാസി, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് പഴയ പൗരാണിക പണ്ഡിതന്മാർ. എന്നോട് അങ്ങനത്തെ പണ്ഡിതനെ പരിഹാരം ഞാൻ 3 പണ്ഡിതന്മാരെ പേര് പറഞ്ഞു, തഫ്സീറിൻ്റെ ഉടമസ്ഥർ അവരൊക്കെ. ഇനി ആധുനിക പണ്ഡിതനായ ഇമാം അൽബാനി, മൂപ്പര് പറഞ്ഞത് ജിന്നിനോട് തേടൽ ഷിർക്കാണ്, കുഫറാണ്. ഇമാം നാസറുദ്ദീൻ അൽബാനിക്ക് ശേഷം സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി അടുത്ത കാലത്ത് മരിച്ചുപോയി. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജനാസിൻ്റെ ആദ്യമൊക്കെ നമ്മൾ പങ്കാളിയായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ജിന്നിനോട് സഹായം തേടേണ്ട ഹുക്കുമ് കുഫറും വഷിർക്കും, അത് ഷിർക്കും കുഫറുമാണ് അദ്ദേഹം പറഞ്ഞു. നമ്മളെ പഴയ പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തെളിവുണ്ട്? അപ്പോൾ ഖുർആനുണ്ട്, ഇനി റസൂലുള്ളാഹിന്റെ ഹദീസും ഉണ്ട്. നീ വിജനമായ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്ന അച്ചേക്കുള്ള ഹദീസ് ഉണ്ട്. അത് സക്കരിയ സലാഹി എടവണ്ണയിലെ സംസാരത്തിൽ മൂപ്പര ഹദീസ് ഓതുന്നുണ്ട്. പോലെ ഖുർആനും സുന്നത്തും പോലെ. ഇബ്രാഹിം നബി ജിന്നോട് തേടിയില്ല, മൂസാ നബി തേടിയില്ല, ഈസാ നബിയും തേടിയില്ല, 1.25 ലക്ഷം അമ്പിയാക്കന്മാർ ആരും തേടിയില്ല. ഖുർആനിൽ പേര് പറഞ്ഞ 25 നബിമാരും തേടിയിട്ടില്ല. അപ്പം പിന്നെ നമുക്കാണ് ഒഴിവാക്കി. എന്താ ഇപ്പം സയ്യിദിന് കുടുങ്ങുന്ന സമയത്ത് അള്ളാഹ് എന്നെ കാക്കണേന്ന് പറഞ്ഞ എന്ത് കുഴപ്പം? മതി, ഇപ്പം ഞാൻ മതി. ഞാൻ അടുത്ത ആൾക്ക് ചോദ്യത്തിന് അവസരം. ജിന്നിനോട് തേടാമെന്ന അഭിപ്രായം KNM ഉള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല. പക്ഷേ നേരത്തെ ഈ തർക്കത്തിലിരിക്കുന്ന ഹദീസ് അതുമായി ചർച്ചയ്ക്കെടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുമ്പുള്ള സലഫ് പണ്ഡിതന്മാർ
പറഞ്ഞ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ട് സക്കരിയ സലാഹി എന്താണ് പറഞ്ഞത് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അല്ല, ഞങ്ങൾ ഇതുകൊണ്ട് അമൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല. ഇത് ഇപ്പം നമ്മുടെ ഈ മുഖാമുഖത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാവരും ഈ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് തന്നെ ചോദിക്കുന്നു, ഒതുങ്ങി നിന്ന് തന്നെ വിഷയത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ 100% ഇതിൻ്റെ ചാരിതാർത്ഥ്യം. സക്കരിയ സലാഹി ഇത് പറയുന്നു എന്ന് ആക്ഷേപിക്കുന്നവർ ബഹുമാന്യരായ ടി.പി. അബ്ദുൽ വഖായ മദനിയും എ.പി. അബ്ദുൽ ഖാദർ മൗലവിയും അബ്ദുറഹ്മാൻ സലഫിയും അനീഫ് കായക്കൊടി അടക്കമുള്ള KNMന്റെ നേതാക്കന്മാരാണ്. ടി.പി. പ്രസംഗിക്കുന്നുണ്ട്, അബ്ദുറഹ്മാൻ പാലത്ത് പ്രസംഗിക്കുന്നുണ്ട്, ഷിർക്കാണ് ഈ ചെയ്യുന്നത്, ഷിർക്കിലേക്കാണ് ഈ വിളിക്കുന്നത്. ഇത് മടവൂരികളുടെ ആരോപണമല്ല. ബഹുമാന്യനായ സക്കരിയ സലാഹി അദ്ദേഹം ഇറക്കിയ പുസ്തകമാണ്, നിങ്ങളുടെ കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ടാവും. എൻ്റെ സുഹൃത്ത് ഇറക്കിയ പുസ്തകത്തിൽ ഈ ഹദീസ് ലൈഫാന്ന് പറഞ്ഞ് പിന്നെ എന്തിനാണ് ലൈഫായ ഹദീസിൻ്റെ പേരിൽ പൂർവികരായ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എത്ര വട്ടം നമ്മളിത് പറഞ്ഞു. സുബഹിക്ക് കുനൂത്തോതൽ സുന്നത്താന്ന് പറഞ്ഞ് ഇമാം ഷാഫിയെ നമ്മൾ എന്തുകൊണ്ട് തള്ളുന്നു? സുബഹിക്ക് കുനൂത്തോതൽ സുന്നത്താന്ന് പറഞ്ഞ് ഷാഫി ഇമാമിനെ തള്ളുന്നത് 3 മദ്ഹബിന്റെ ഇമാമുകൾ മാത്രമല്ല, ഒരുപാട് പണ്ഡിതന്മാരാ. എന്നിട്ടും അത് പറഞ്ഞ് നമ്മൾ സുബഹിക്ക് കുനൂത്ത് ഓതാറുണ്ടോ? ഓതണമെന്ന് ആരോടെങ്കിലും പറയാറുണ്ടോ? നമ്മൾ പറഞ്ഞു, വിഷയാവതരണത്തിൽ പറഞ്ഞു, ഇസ്തസ്ഖീലി ഉമ്മത്തിക്ക എന്നുള്ള ഹദീസ് വന്ന് ഇബ്നു കസീറിലാണ്. ആ ഹദീസ് വെച്ചിട്ട് ഇബ്നു കസീർ ഉദ്ധരിച്ചതാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരോടെങ്കിലും മൗലവിമാർ നിങ്ങളുടെ നേതാവ് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ സനദ് പരിശോധിച്ചിട്ട് അതിൻ്റെ ആശയം പരിശോധിച്ച് ഖുർആനെതിരാന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് കാലങ്ങളായിട്ട്. അതേ പണി സക്കരിയ സലാഹി ഇവിടെ ചെയ്യുമ്പോഴാണ് പൂർവികരായ പണ്ഡിതന്മാർ ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല, അള്ളാഹുവിൻ്റെ ഖുർആൻ, സ്ഥിരപ്പെട്ട സുന്നത്ത്, ഈ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കാണുമ്പോൾ ഇത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയുന്നത്. അല്ലാതെ ആ പണ്ഡിതന്മാരോട് നമ്മൾ എത്ര വട്ടം പറഞ്ഞു? ഇമാം ഷാഫിനോട് നമുക്ക് എന്താ വിരോധം? ഇമാം അബൂ ഹനീഫത്തുൽ കൂഫിയോട് നമ്മൾക്ക് എന്താ വിരോധം? ഈ സലഫി പണ്ഡിതന്മാരെ പറഞ്ഞു എന്നല്ല. വിഷയം എന്താ അറിയോ? സക്കരിയ സലാഹി ചെയ്യുന്നത് ഇങ്ങനെ അവർ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവരെ ഒഴിവാക്കുന്നു എന്നല്ല. അവരൊക്കെ കാഫിറുകളാണെന്ന് നമ്മൾ സമ്മതിക്കണോ? അവർ മുശ്രിക്ക്? ഈ ചോദ്യം നമ്മളല്ല, നമ്മളോട് ചോദിക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത് ഖുർആനിന് ഇതെതിരാണോ? ഇത് പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിനെതിരാണോ? ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട്. ഞാൻ പറയട്ടെ, ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട്. ഈ നിലപാടനുസരിച്ച് എന്തുകൊണ്ട് പൂർവികരായ ഈ നമ്മുടെ സക്കരിയ സലാഹിന്റെ മുമ്പുള്ള ആരും ഇത് ചർച്ച ചെയ്തിട്ടില്ലല്ലോ? ഇത് ചർച്ച ചെയ്ത് എന്തിനാണ്? KP മുഹമ്മദ് മൗലവി അത്തവസ്സുൽ എന്ന പുസ്തകത്തിൽ ഈ ഹദീസ് ദുർബലമാണ്, ഖുറാഫികൾക്ക് മറുപടി അറിയാൻ വേണ്ടി ഉദ്ധരിച്ചിട്ട് അത് ദുർബലമാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് അറിയോ? സനദ് ശരിയായാൽ പോലും ആ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. കാരണം ഇതിന്റെ ആശയം തെറ്റാണ്. എന്നിട്ടും പിന്നെ ഈ ഹദീസ് സക്കരിയ സലാഹി ഇതിന്റെ അവസാനം പറഞ്ഞത് വെച്ചാൽ ദാ അംഗീകരിച്ചതിന് ശേഷം, എന്നാൽ സുഹൃത്തുക്കളെ ഞങ്ങളല്ലല്ലോ ഇതിലെ പ്രതികൾ, ഞങ്ങളല്ലല്ലോ. KNMന്റെ TP-യും AP-യും വലിയ ഒരു വിഭാഗം, അനസ് മുസ്ലിയാരും അബ്ദുറഹ്മാൻ സലഫിയും അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരുമാണ് പറയുന്നത് ഞങ്ങളെ വിടീൻ. അബ്ദുറഹ്മാൻ സലഫിയാണ്, AP അബ്ദുൽ ഖാദർ മൗലവിയാണ്, TP അബ്ദുൽ വഖായ മദനിയാണ്, അബ്ദുറഹ്മാൻ പാലത്താണ്. ഇവര് ശിർക്ക് ചെയ്യുന്നു, ശിർക്കിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു എന്ന് സക്കരിയാനെ പുറത്താക്കിയത് ഞങ്ങളല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. പറട്ടെ എന്തെങ്കിലും അഭിപ്രായം സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ പറയട്ടെ, പൂർവികരായ ആളുകൾ പറഞ്ഞതൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനം അംഗീകരിക്കണോ വേണ്ടേ? പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനം അംഗീകരിക്കണോ? അതെ, പറയ്. മൈക്കി പറയട്ടെ. അതുകൊണ്ടാണ് ശാന്തമായി പറഞ്ഞോളി. ശരി, ഓക്കെ. പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചതിന് മറുപടി പറയൂ. ഞങ്ങൾ ചോദിച്ചത് എന്താണ്? ഈ ഹദീസ് ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ, അതാണല്ലോ ഇപ്പോഴത്തെ വിഷയം. ഹദീസ് ചർച്ചയ്ക്ക് എടുത്തപ്പോൾ വന്ന പ്രശ്നമാണ് ഇത്. ഇതിന് മുമ്പുള്ള സലഫുകൾ പറയാത്ത എന്തെങ്കിലും ഒരു വ്യാഖ്യാനം സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അല്ലാതെ ഞങ്ങൾ ഇതുകൊണ്ട് അമൽ ചെയ്യാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അമൽ ചെയ്യണമില്ല. ശരി, ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഉമി കുത്തുന്നത് എന്തിനാണ്?
ലഈഫായ ഹദീസ് എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾ 2-3-4 മണിക്കൂറുകളായി ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടല്ലോ. ഞാൻ പറയട്ടെ, എന്തിനാണ് ഉമി കുത്തുന്നത്? നെല്ല് കുത്തുന്നത് അരി കിട്ടാനാ. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പൂർവികരായ ഏതെങ്കിലും പണ്ഡിതന്മാർ മൺമറഞ്ഞുപോയ മഹാത്മാക്കളോടോ ജിന്നുകളോടോ ഇസ്തിഗാസ നടത്തിയാൽ അത് ശിർക്കല്ല എന്ന് പറഞ്ഞോ? ഞങ്ങൾ നസാഫ് ഉസ്താദ് എത്ര പ്രാവശ്യം ചോദിച്ചു, അത് ശിർക്കല്ല എന്ന് പറഞ്ഞോ? ഹലോ, ഞങ്ങളൊരു സംവാദത്തിന് വന്നതല്ല. സംവാദത്തിനാണ് ഞങ്ങൾക്ക് വേറെ അവസരം നമുക്ക് ഒരുക്കാം. അതല്ല, ചോദിക്കുന്നതിന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അല്ല, സമാധാനത്തോടുകൂടി ചോദിച്ച ചോദ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇവിടെ കേൾക്കുന്നവർക്കൊക്കെ ഞങ്ങൾ ഈ ഹദീസ് വെച്ച് അമൽ ചെയ്യാനല്ല. ഈ ഹദീസ് ചർച്ചയ്ക്ക് വന്നപ്പോൾ സക്കറിയ സലാഹി പറഞ്ഞ മറുപടി സലഫുകൾ മുമ്പ് ഉള്ള ഏതെങ്കിലും സലഫു പണ്ഡിതന്മാർ പറയാത്ത അഭിപ്രായം എന്തെങ്കിലും പറഞ്ഞോ? അതാണ് നമുക്കറിയേണ്ടത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് സക്കരിയ സലാഹി പറഞ്ഞു. ഖലാസ്. അസ്സലാമു അലൈക്കും. നമ്മളിവിടെ സാധാരണ ഒരു മുജാഹിദ് പ്രവർത്തകനായിട്ട് ഇങ്ങനെ പോണ കക്ഷികളാണ്. നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്നിവിടെ 2 മണിക്കൂർ കൊണ്ട് ഈ ചർച്ച നടക്കുകയാണ്. സാധാരണക്കാരായ ഞങ്ങൾക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് എല്ലാം ശരിക്കും മനസ്സിലായി. ഇവിടെ നമ്മുടെ ക്ലിപ്പ് ഇട്ട് കണ്ടു. സക്കറിയ സലാഹി പറഞ്ഞു എന്ന് തന്നെ ഇവിടെ സമർത്ഥിച്ചു. പിന്നെ ഈ സംശയം ചോദിച്ച് സമയം കളയുന്നതിനേക്കാളും വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടോ ഇവിടെ സംസാരിക്കാൻ? ഇവിടെ എല്ലാം പറഞ്ഞു. സക്കറിയ സലാഹി പറഞ്ഞതിൻ്റെ ഇവിടെ ഇട്ടു, നമ്മൾ കേട്ടു. അപ്പം ഞങ്ങൾക്ക് ആർക്കും ഇനി ഇതിൽ സംശയമില്ല. അപ്പം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞോ പറഞ്ഞില്ല എന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ചർച്ച ഇവിടെ നിർത്തിയിട്ട് വേറെ വിഷയം ഉണ്ടോ എടുക്കാൻ, അല്ലെങ്കിൽ വേറെ ചോദ്യം ഉണ്ടോ? അതാണ് എൻ്റെ അഭിപ്രായം. അസ്സലാമു അലൈക്കും. നമ്മുടെ ചോദ്യം നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ ചോദിച്ചത് യാ ഇബാദല്ലാഹി യഈനൂനി എന്ന ഹദീസ് മുൻകാല സലഫ് പണ്ഡിതന്മാർ ആരെങ്കിലും ഷിർക്കാണ് എന്ന് പറഞ്ഞതായിട്ട് ഒരു തെളിവ് നിങ്ങൾക്ക് തരാൻ സാധിക്കും? അല്ലാതെ നിങ്ങളുടെ വേറെ ജിന്നിനോട് സഹായം തേടുക എന്നത് ഷിർക്കാണെന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങൾ പറഞ്ഞു തരണ്ട. ഞങ്ങളെ ചോദ്യം വ്യക്തമായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. യാ ഇബാദല്ലാഹി യഈനൂനി എന്ന ഹദീസ് മുൻകാല സലഫ് പണ്ഡിതന്മാർ ആരെങ്കിലും ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞോ? ഇനി ഒച്ചുണ്ടാക്കൂലല്ലോ, ചോദ്യം ചൂടാവില്ലല്ലോ. മുൻകാല പണ്ഡിതന്മാർ ഈ ഹദീസ് ദുർബലമായതുകൊണ്ട് വലിച്ചു തോട്ടുകണ്ട് എറിഞ്ഞു. ഇങ്ങളത് പൊക്കിക്കൊണ്ടുവന്നു. ദുർബലമായ ചൂടാനി ഞാൻ പറഞ്ഞങ്ങോട്ട് ചൂടാവരുത്. എനിക്കില്ലാത്ത ചൂട് നിങ്ങൾക്ക് എന്തിനാ? നിങ്ങൾ ഈ നാട്ടുകാരല്ലേ, ഞാൻ പുറത്തുനിന്നല്ല. എനിക്കല്ല ചൂട് തരേണ്ടത്. അല്ല പിന്നെ അവിടേക്ക് അല്ലെങ്കിൽ അവിടെ ലായില്ല. ഇതൊക്കെ ഇവരിതിന് വല്ല ഒരു ഇതുണ്ടാകും. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് കൃത്യമായി ചോദിക്കാൻ അവസരം തന്നിട്ട് നിങ്ങൾ ബഹളം വെക്കുന്നത് നിങ്ങളുടെ ആശയത്തിന്റെ പാപ്പരത്വം കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. നിങ്ങൾ അടങ്ങിക്ക്. നിങ്ങളാണ് ചൂടാക്കണേറ്റങ്ങളൊക്കെ. ആ കുട്ടികളെ ചൂടാക്കണം നിങ്ങളാ. ഇന്ത്യ ഇങ്ങനെ താടിയൊക്കെ കുറച്ച് നേരിച്ചു. അപ്പം നമുക്ക് നമ്മളേതായ പക്വത വേണം. നിങ്ങളവിടെ ഉണ്ടായിരിക്കും. ശരി. അല്ല, അത് ശരിയാണ്. പിന്നെ ഞാൻ പറഞ്ഞോളാം. എൻ്റെ സഹോദരന്മാരെ ലോകത്ത് 4 മദ്ഹബിന്റെ ഇമാമുകളും, നല്ലപോലെ കേട്ടോളി, ലോകത്ത് 4 മദ്ഹബിന്റെ ഇമാമുകളും ആ ഇമാമുകളുടെ അനുയായികളും അവരെ പിൻപറ്റിയവരുമായ കോടിക്കണക്കിനു ജനങ്ങൾ തറാവീഹ് 23 റക്അത്ത് നിസ്കരിക്കുന്നവരാണ്. 23. നല്ല പേച്ചല്ല കേട്ടോ, നല്ലോണം കേട്ടോളി, നിങ്ങൾ കേട്ടോളി. ലോകത്ത് കോടിക്കണക്കിന് ഇമാമികളും അനുയായികളും 4 മദ്ഹബിന്റെ ഇമാമുകളും തറാവീഹ് 23 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറയുന്നവരും അത് ചെയ്യുന്നവരുമാണ്.
പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു, ലോകത്ത് ഇത്ര ഇമാമിങ്ങളും നേതാക്കന്മാരും പറഞ്ഞാൽ പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് സഹിയായി വന്നാൽ മുജാഹിദുകൾക്ക് അതാണ് പ്രമാണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ 11-നേക്കാൾ നിസ്കരിച്ചില്ല. യഥാർത്ഥ മുജാഹിദുകളും 11-നേക്കാൾ ഏറെ നിസ്കരിക്കുന്നുമില്ല. എൻ്റെ അവിടെ നിങ്ങൾ ഈ വിഡ്ഢിത്ത ചോദ്യം അവിടെ പറയാ. ഇമാം ഷാഫി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ 4 മദ്ഹബ് അദ്ദേഹത്തിൻ്റെ മദ്ഹബിലെ ആയിരക്കണക്കിന് പണ്ഡിതന്മാർ പറഞ്ഞു ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, എന്നിട്ട് പോലും എന്തേ അല്ല ഈ ലൈഫായ ഹദീസ് കൊണ്ട് അഖീദയിൽ അമൽ ചെയ്യാൻ പറ്റുമോ? ചെയ്യരുത്. പിന്നെ എന്തിനാ നിങ്ങൾ ഇതിൽ ബഹളം വെക്കണത്? അല്ല ഓരോരുത്തർ ഓരോ ചൂടാകാത്തിലേക്ക് മൈക്കൊള്ളു. ആ സൈഡ് ചൂടാവില്ല, ഓൻ്റെയൊക്കെ കൊടുത്താലും മതി. ഒരു കാരണവശാലും ചൂടാവില്ല. അങ്ങനെ ചിരിച്ച് പറഞ്ഞു കുട്ടിയെ, അങ്ങനെ ഓല് രണ്ടാളും ചൂടന്മാരാണ്. ചൂടന്മാർ മീനിങ് നിങ്ങൾ ചിരിച്ചും വർത്താനം പറയുമ്പോൾ എന്ന ഹദീസ് അതിൽ ശിർക്കുണ്ട്, അത് ശിർക്കാണ് എന്ന് മുൻകാല പണ്ഡിതന്മാരോ സലഫ് സ്വാലിഹീങ്ങളോ പറഞ്ഞ ഏതെങ്കിലും ഒരു ഉദ്ധരണി പറയാൻ പറഞ്ഞോ? അതാണ് ചോദ്യം. ഈ ഹദീസ് സഹിയാണ് എന്ന് മുൻകാല ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ ലൈഫായ ഹദീസ് വലിച്ചെറിയും. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? അതാ പറയുന്നത് ഈ ഹദീസ് ലഹീഫാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ അത് വെച്ച് ഒരാൾ അമൽ ചെയ്താൽ അയാളുടെ വിധി എന്താണ്? ശരി ശരി. ഇപ്പൊ സയ്യിദേ, അയാൾ നല്ലൊരു പോയിന്റാ ചോദ്യം, നല്ലൊരു പോയിന്റാണ് ചോദ്യം. ഇങ്ങോട്ട് നോക്ക്. ഭാര്യമാരെ തൊട്ടാൽ ഒതു മുറിയും എന്ന വിശ്വാസം ലൈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ആർക്കെങ്കിലും മൈക്കൊടുത്താണ്, അവർക്ക് ഉത്തരം കേൾക്കാൻ താല്പര്യമില്ല, വേറെ ആർക്കെങ്കിലും ചോദ്യത്തിന് മൈക്കൊടുത്താണ്, അവരവിടെ വർത്തമാനം പറയണമെങ്കിൽ അടുത്ത ആൾക്ക് മൈക്കൊടുക്കും. സുഹൃത്തുക്കളെ, ഒരു മിനിറ്റ് ശ്രദ്ധിക്കേ. ഇതേ നിക്ക് ഒരു മിനിറ്റ്. ദാ അവിടെ ആ മൂലയിൽ ഒരു മിനിറ്റ് ദാ ഒരു മിനിറ്റ്. എല്ലാവരും ഒന്ന് ഇരിക്കി. സീറ്റിൽ നമ്മുടെ പ്രവർത്തകരും എല്ലാവരും. ഇത് വളരെ നല്ല നിലക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുഖാമുഖം. ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണിത് നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനം വളർന്നു വലുതായത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ആളുകൾ വിഷയം കേട്ട് പഠിക്കുന്നത്. ഈ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായത്. ഇത് മുമ്പ് മൗലവിമാരുടെ കീഴിലുള്ള ഖുറാഫികളായപ്പോൾ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളിൽ നിന്നായി ചോദ്യം എന്നുള്ള സങ്കടം ഞങ്ങൾക്കുള്ളൂ. അല്ലാഹു അല്ലാത്ത ജിന്നുകളോട് സഹായം തേടാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയിൽ, അങ്ങനെ ഒരു ചർച്ചയിൽ ഒരു ദുർബലമായ ഹദീസ് കൊണ്ടുവന്ന് അത് ദുർബലമാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും ചർച്ച ചെയ്യിക്കുന്നതിലുള്ള യുക്തി പടച്ചോനെ മേലെ കണ്ടിട്ട് നമ്മൾ ആലോചിക്കണം. ഇതിൽ സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് ഒരാളല്ല ഇതിലുള്ള വിഷയം. ഇതിലുള്ള വിഷയം ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. വിഷയം അവതരിപ്പിച്ചപ്പോൾ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അല്ലാഹു അല്ലാത്ത ജിന്നുകളോട് പ്രാർത്ഥിക്കാനും സഹായം ചോദിക്കാനും പാടില്ല എന്നുള്ളതിന് ഞാൻ ആയത്തുകളാണ് ഓതിയത്. അത് ശിർക്കാന്ന് പറഞ്ഞത് ആയത്തുകളിലാണ്. നിങ്ങളിങ്ങനെ കാട്ടല്ലേ, അള്ളാന്റെ ആയത്തുകളിലാണ് ഈ പറഞ്ഞത്. ഈ ആയത്തിന്റെ മേലെ ഒരു ഹദീസും ആരും വെക്കണ്ട, വലിച്ചു തോട്ടിലാണ്ടൊരു ഇമാം ബുഖാരിയുടെ ഹദീസുകൾ അടക്കം ഇവിടെ പറഞ്ഞു. എന്നിട്ട് ഇത് പറഞ്ഞതിന് ശേഷം ഈ ചർച്ചയിൽ വരുന്ന ആളുകൾ ആരാന്നറിയോ? നിങ്ങൾ ഞങ്ങളെ വിടി. ടി.പി. അബ്ദുള്ള കോയ മദനി സലാഹിയുടെ കൂടെ 8 മാസം മുമ്പ് കൂടെ ഇരുന്ന ആളാണ്. എ.പി. അബ്ദുൽ ഖാദർ മൗലവി സലാഹിയുടെ കൂടെ 8 മാസം മുമ്പ് ഇരുന്ന ആളാണ്. അനീഫ് കായക്കൊടയും അനസ് മുസ്ലിയാരും 8 മാസം മുമ്പ് കൂടെ ഇരുന്ന ആളുകളാണ്. ഈ ആളുകളാണ് പറഞ്ഞത് ഞങ്ങൾ തൗബ ചെയ്യുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ തൗബ ചെയ്യുന്നു. ഇത് നിങ്ങൾ അവരോടാ പറയണ്ടേ, ഞങ്ങളോട് പറയണ്ട. 12 വർഷം മുമ്പ് ഒരു കാരണവുമില്ലാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പിഴുതണ് മാറ്റുമ്പോ പടച്ചവൻ മേലുണ്ട് എന്നുള്ള വിചാരം നിങ്ങൾക്കൊക്കെ വേണ്ടിയിരുന്നു. അന്ന് നിങ്ങൾ ഉണ്ട് ഇതിലെല്ലാവരും. ഇന്ന് ഞങ്ങള് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തനതായ രൂപം ആളുകളോട് വെളിച്ചത്ത് കാണിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അത് കേട്ട് മാറി അനസ് മുസ്ലിയാർ മാറി, ഞങ്ങളെ വിമർശിച്ച അനീഫ് കായക്കൊടി മാറി,
ഞങ്ങളെ വിമർശിച്ച TP അബ്ദുള്ള കോയദിൻ മദിനി മാറി, ഞങ്ങളെ വിമർശിച്ച അബ്ദുറഹ്മാൻ പാലത്ത് മാറി, ആയിരക്കണക്കിന് ആളുകൾ മാറിയിട്ട് കൂടെ ഇരുന്ന ആള് സക്കരിയാനെ മാത്രമല്ല, എൻ്റെ സുഹൃത്താണ് സക്കരിയ. ഞങ്ങൾ കൂടെ ഉറങ്ങുകയും കിതാബുകൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും സക്കരിയ എൻ്റെ ശത്രുവല്ല, എൻ്റെ സുഹൃത്താ. ഇന്നും ഞാൻ ആത്മാർത്ഥമായി ഞങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, റബ്ബേ ഈ പടപ്പിന്, ഈ പഴയ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വരാനുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ആ സക്കരിയ ശിർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇപ്പൊ പ്രസംഗിക്കുന്നത് 8 മാസം മുമ്പ് കൂടെ ഇരുന്ന ആളുകളാ. ഞങ്ങൾ അവരെ പറ്റിച്ചുന്നോ? ഞങ്ങൾ അവരെ ചതിച്ചുന്നോ? നിങ്ങൾക്കറിയോ, ഞാൻ നിങ്ങളെ ഇന്നത്തെ ദയനീയാവസ്ഥ പറയാ. അബ്ദുറഹ്മാൻ സലഫി കഴിഞ്ഞ ആഴ്ച എടത്തനാട്ടുകാരെ പ്രസംഗിച്ച എന്താണെന്നറിയോ? പിറ്റേ ദിവസം രാഷ്ട്രീയക്കാർ കൂടി അവിടുത്തെ പ്രവർത്തകരോട് പറഞ്ഞു, സംഘടിപ്പിച്ച ആളുകളോട്, മതനേതാക്കന്മാർ ഇങ്ങനെ തെറി പറയണേ ഞങ്ങൾ കേട്ടില്ല. ഇല നക്കിപ്പട്ടിയുടെ ചിരി നക്കിപ്പട്ടിയുടെ പൃഷ്ഠം നക്കീന അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിച്ച് ഇതൊക്കെ ആരുണ്ടാക്കിയതാ? നിങ്ങൾക്കറിയോ? ഹുസൈൻ മടവൂരിന്റെ കീഴില് ഞങ്ങൾ ഹുസൈൻ മടവൂര് നബിയാന്ന് പറഞ്ഞോലല്ല, CP മുർസലി നബിയാന്ന് പറഞ്ഞോലല്ല, അബ്ദുസ്സലാം സുല്ലമി നബിയാന്ന് പറയില്ല. ഈ പണ്ഡിതന്മാര് പഴയകാല മുജാഹിദ് പ്രസ്ഥാനത്തിലെ കിതാബുകള്, പുസ്തകങ്ങള് ഇതെടുത്ത് ഉദ്ധരിച്ചിട്ട് ആളുകളോട് പറയുക, പണ്ടത്തതുപോലെ ഈ ഒരു ദുർബലമായ ഹദീസ് 1980-കളിൽ മൗലവിമാർ ഉദ്ധരിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞു KP മുഹമ്മദ് മൗലവി. വിഷയം ഉണ്ടായില്ല. ചെറിയ മുണ്ടം എഴുതി, അതിന് വിഷയം ഉണ്ടായില്ല. എന്നിട്ട് എൻ്റെ സുഹൃത്തുക്കൾ, സഹോദരന്മാര്, ഈ ദുർബലമായ ഹദീസിന്റെ പേരിൽ വർത്തമാനം പറയുമ്പോൾ ഞങ്ങൾക്ക് വേദന ഉണ്ടായതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങളോട് ആരോടും പടച്ചവനാണ് സത്യം ഒരു പകയും വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇനി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ദുർബലമായ ഹദീസാണ്. സക്കരിയ സ്വലാഹിക്ക് അങ്ങനെ വാദമില്ലെങ്കിൽ നിങ്ങൾ സ്റ്റേജ് കിട്ടി അങ്ങനെ പറഞ്ഞോളൂ. ഞങ്ങളോടല്ല പറയേണ്ടത് ബഹുമാന്യനായ ടീപ്പിനോട്, ഏപ്പിനോട്, അബ്ദുറഹ്മാൻ സലഫിനോട് അവരോട് പറയും. എന്തടിസ്ഥാനത്തിൽ അവർ പറയുന്നത്? അവരോട് പറയും. ഈ വിഷയം ഇതോടുകൂടെ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ചോദ്യത്തിന് മൈക്ക് കൈമാറുക. അസ്സലാമു അലൈക്കും. ഇതേ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു മിനിറ്റ്, ഞാൻ ചോദ്യം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മറുപടി വന്നേ, ഇല്ലെങ്കിൽ ഇതുമായിട്ട് ചോദ്യത്തിന് ഉത്തരമില്ല, വേറെ ഉത്തരവുള്ളൂ. ഓക്കെ. കളീക്ക വിളയിൽ സമസ്തക്കാരൊരു മുഖാമുഖം നടത്തി. സമസ്തക്കാർ മുഖാമുഖം, പബ്ലിക് മുഖാമുഖം, സംവാദമല്ല, പേര് മനസ്സിലാക്കുക. മുഖാമുഖം നടത്തി. അതിൽ അന്ന് സംസാരിച്ച ഏത് പണ്ഡിതനെന്നറിയില്ല, ആ പണ്ഡിതൻ മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസ് ഉപയോഗിച്ചു. അപ്പോൾ നമ്മുടെ യാസ്മിൻ സാഹിബ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാ ഇബാദല്ലാ അഈനൂനി എന്ന ഹദീസ് ഒന്ന് ലഈഫാണ്, 2 വിളിച്ച ജിന്നിനോടുള്ള പ്രാർത്ഥനയല്ല, അവരോടുള്ള സഹായത്തേട്ടമല്ല എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം പറയാനുണ്ടായ കാരണം എന്താണ് എന്ന് ഒന്നുകിൽ അദ്ദേഹം വിശദീകരിക്കുക, അല്ല എങ്കിൽ പിന്നെ സ്റ്റേജിൽ നിന്ന് വിശദീകരിക്കുക ഈ വിഷയമായി. അത് നിസ്സാരാണ്. എന്തുകൊണ്ട് നിങ്ങൾക്കറിയോ? 2012 വരെ പിന്നെ അനസ് മൗലവി, ഹനീഫ് കായക്കോടി, നമ്മൾ അബ്ദുറഹ്മാൻ സലഫി ഒക്കെ അത് പറ്റുന്നേ പറഞ്ഞാൽ നീനിത് അത് കേട്ടാണ് ഒരു പക്ഷേ സാധുവും പറഞ്ഞേക്കും. കൂടുതൽ ഇപ്പൊ അവരൊക്കെ തിരുത്തി, അവരൊക്കെ തൗബ ചെയ്തില്ലേ? അപ്പൊ ആ ചാപ്റ്റർ ക്ലോസ് ആയി. കാരണം അവരിപ്പോ 2012 തിരുത്തിയോട് കൂടി. സക്കാഫിമാർ നടത്തിയ ആ മുഖാമുഖത്തിൽ അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു, ഈ ഹദീസിനെ സംബന്ധിച്ചായിരുന്നു. ഞാൻ പറഞ്ഞ ആ ഹദീസിന്റെ ബലാബലം പരിശോധിക്കാനുള്ള വേദി ഇതല്ല, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ചോദ്യം ഇതായിരുന്നു, യാ ഇബാദുല്ലാ അഈനൂനി എന്നുള്ള ഈ ഹദീസിനെ സംബന്ധിച്ചാണ്. ഞാൻ പറഞ്ഞു അതിന്റെ ബലാബലത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ആവശ്യമാണ്, അതുകൊണ്ട് ആവശ്യങ്ങളിൽ ഞാൻ കിടക്കുന്നില്ല. മറിച്ച് അഥവാ നിങ്ങൾ പറയുന്ന സാഹചര്യത്തിൽ അത് തെളിവാക്കാൻ അവിടെ പറ്റൂല എന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. എന്നിട്ട് പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അകലിരിക്കുന്ന ആളുകളെ കാണുന്ന അതായിരിക്കും അത് ഉദ്ദേശിച്ചത്, അല്ലാതെ വേറൊന്നും വരാൻ സാധ്യതയില്ല. അതിൻ്റെ ബലാബലം പരിശോധിക്കപ്പെടേണ്ടതാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഭാഗം മറച്ചു വെച്ചിട്ടാണ് ബാക്കി ഞാൻ പറഞ്ഞ ഭാഗത്തിന് ക്ലിപ്പുമായിട്ട് ഈ സഹോദരൻ നടന്നത്. ഞാൻ പറഞ്ഞ മറുപടി മുഴുവനായിട്ട് ഇവിടെ ക്ലിപ്പ് അവതരിപ്പിക്കാൻ ഈ പറഞ്ഞ സാധു തയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞ മറുപടി അക്കം വിടാതെ അക്ഷരം വിടാതെ മുഴുവനായിട്ട് കേൾപ്പിച്ചേ. ആ ചോദ്യത്തെ തുടർന്ന് മറുപടി വരണം. മറുപടി മാത്രമല്ല, ചോദ്യത്തെ തുടർന്ന് മറുപടി വരണം. ഒരു മിനിറ്റ്. യാ ഇബാദല്ലാ അഈനൂനി എന്ന വിഷയം വിശദീകരിച്ചല്ലോ.
ഇതേ സമസ്തക്കാർ ഈ ഹദീസുമായിട്ട് മുൻപോട്ട് വന്നപ്പോൾ മരണപ്പെട്ടവരോട് തേടാമെന്ന് ഈ ഹദീസ് തെളിവ് പിടിച്ചപ്പോൾ അത് തെളിവ് ഹുജ്ജത്തിന് പറ്റൂല എന്നും അത് വിളിച്ചു തേട്ടമല്ല എന്നും പറയാൻ വേണ്ടിയിട്ട് മണ്ണാർക്കാട് ഉപയോഗിച്ച ഒരു വിഷയമാണ് ഈ വിഷയം. ഇതിനെ ചില നവമടവൂരികൾ ഉപയോഗിച്ചതാണ് ജിന്നിനോടുള്ള സഹായത്തേട്ടമാണ് എന്ന്. നേരത്തെ നമ്മുടെ ആരോ ഇവിടുന്ന് പറഞ്ഞു സക്കരിയ സ്വലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നും പ്രാർത്ഥന ശിർക്കല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ലിപ്പ് പോലും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ഒരൊറ്റ ക്ലിപ്പ് പോലും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഞാൻ ഒരു ഈ കുൽഹാത്തു ബുർഹാനുക്കും എനിക്കൊന്ന് സ്വാദിക്കുക എന്ന് പറഞ്ഞ് നിരവധി തവണ ചുമ്മാ സ്റ്റേജിൽ ഇങ്ങനെ അടിച്ചു വിടാറുണ്ട്. ഞാൻ എന്താ ചോദിക്കുന്ന സഹോദര, ഞാൻ പറഞ്ഞ മുഴുവൻ ആൻസറിന്റെ ക്ലിപ്പ് ഇവിടെ ഇട്ടിട്ടേ താങ്കൾ പോകാവൂ. എന്നെക്കുറിച്ച് ദുരാരോപണം നടത്തിയിട്ട് അദ്ദേഹം പറയുന്ന വാക്കിനോട് ചേർന്ന് എൻ്റെ ഉത്തരം വരണം. ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കട്ടിങ്സ് മാത്രം എടുത്തിട്ട് കാര്യമില്ല, മുഴുവനായിട്ട്. ഏത് കൊള്ളാം. ഇതാണ് ഇത് ഇമ്മാതിരി കോലം കെട്ടലുകൾ അവസാനിപ്പിച്ച സൗകര്യം മാന്യമായിട്ട് ചോദിക്കുക. തെളിവില്ലാതെ ഇവിടെ വന്ന് വെളിവില്ലാതെ സംസാരിക്കരുത്. യാസ്മിൻ, ഇത് അവസാനിച്ചു. അപ്പൊ ഇവര് തമ്മിലുള്ള മിനിറ്റ് സഹോദര, ഒന്നുകിൽ ഒരാൾ ചോദിക്കുന്നതിനുള്ള മറുപടി എനിക്ക് പറയാനുള്ള അവസരം തരണം. ഈ ഗുണ്ടായിസം കാണിക്കൽ എന്ന് പറഞ്ഞാൽ തീരെ ശരിയല്ല. മുജാഹിദുകൾക്ക് തേന്ന സ്വഭാവമല്ല. അദ്ദേഹം പിടിച്ച് വലിച്ചിരുത്തി. യാസ്മിൻ സാറിനെ വന്നപ്പോൾ അദ്ദേഹം പിടിച്ചിരുത്തി. ഓക്കെ, ഇത് റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ വേറെ കുറെ പറയട്ടോ. അല്ല, റെക്കോർഡ് ഇറക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് ഓക്കെ. ഇവിടെ യാ ഇബാദല്ല അയ്നൂനി എന്നതാണ് നമ്മുടെ വിഷയം. അത് കഴിഞ്ഞു പോയി, ആ വിഷയം കഴിഞ്ഞു പോയി സുഹൃത്തെ. ചോദിക്കേ, ആ വിഷയം കഴിഞ്ഞു പോയി. നിങ്ങളെ പേരെന്താണ്? സഹോദരൻ എനിക്ക് റഹ്മത്തുള്ള പോയി, അതിവിടെ അവസാനിപ്പിച്ചു.